നിങ്ങളുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പം നിങ്ങളൊരു 35-40 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ്. കോക്കനട്ട് ഓയിൽ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിന്നിൽ നിന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന കോക്കനട്ട് ഓയിലാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പം ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ കോക്കനട്ട് ഓയിലാണ്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി നല്ല സോഫ്റ്റായിട്ട് ഫൈനായിട്ടുള്ള പൊടി എടുക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. 1 സ്പൂൺ കോഫി പൗഡർ എടുക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഫേസ് പാക്കാണ്. നമ്മൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈനസ് മാറാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളൊരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും സ്കിൻ നന്നായിട്ട് ഡള്ളാകാനായിട്ട് തുടങ്ങും. അപ്പം നമ്മൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തെടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പം വീട്ടമ്മമാർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സ്ക്രബ്ബ് നമ്മുടെ ഫേസിലെ ഡെഡ് സെൽസ് ഒക്കെ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും ലിപ്സിന് സൈഡിലുള്ള പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഫേസിൽ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു 40 വയസ്സൊക്കെ ആയവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.